തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിലെ ബി.ജെ.പി. സീൽ വിവാദത്തിൽ കൂടുതൽ വിശദീകരണത്തിനൊരുങ്ങി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനത്തിലായിരിക്കും വിശദീകരണം. നേരത്തെ ക്ലറിക്കൽ പിഴവാണ് എന്നായിരുന്നു കമ്മീഷന്റെ മറുപടി. വി.പി. സഫ്വാൻ കൂടുതൽ വിവരങ്ങളുമായി. സഫ്വാൻ, കമ്മീഷൻ എന്തായിരിക്കും കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നുണ്ടാവുക? നിഷാദ്, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM ഒരു പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു വാർത്താക്കുറിപ്പ് പുറപ്പെടുവിപ്പിച്ചിരുന്നു. ഇതൊരു ക്ലറിക്കൽ പിഴവാണ് എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഈ മാർച്ച് 21-നാണ് ഇങ്ങനെ ഒരു മെയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഈ പിഴവ് ബോധ്യപ്പെട്ടുവെന്നും ഇത് BJP നേരത്തെ പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ഒരു ഫയല് ഈ ക്ലറിക്കൽ ഈ സാങ്കേതിക തടസ്സം മൂലം മെയിലിൽ കയറി പറ്റിയത് എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ CPM ഉന്നയിക്കുകയും കോൺഗ്രസും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ വിമർശനവും രാഹുൽ ഗാന്ധിയൊക്കെ അടക്കം വോട്ട് ചോരിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യം ഭരിക്കുന്ന BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്കിടയിലാണ് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന്റെ സീല് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചൊരു കത്തിൽ വരികയും വലിയ വിവാദമാവുകയും രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് 1 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊരു ക്ലറിക്കൽ പിഴവാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ മെയിൽ അയച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ജൂനിയർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ ഈ കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഈ മെയിൽ തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉന്നത തലത്തിൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, ഇത്രയും ഗൗരവമായൊരു വിഷയത്തിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. അതിനിടയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ ഇന്ന് 1 മണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു വിഷയം വിശദീകരിക്കാൻ പോകുന്നത്. സീല് മാറിപ്പോവുക എന്ന് വെച്ചാൽ ഇത് ഡിജിറ്റലി തയ്യാറാക്കുന്ന കുറിപ്പാണോ, ഇത് ഫിസിക്കലി തയ്യാറാക്കുന്നതാണെങ്കിൽ BJP-യുടെ സീൽ എങ്ങനെയാണ് അവിടെ വരിക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. മീൻസ് BJP-യുടെ സീൽ എടുത്ത് മാറി കുത്തണമല്ലോ. BJP-യുടെ സീൽ അവിടെ ഉണ്ടോ കമ്മീഷനിൽ? എന്താ അതിന്റെ മനസ്സിലായില്ല. നിഷാദ്, കമ്മീഷൻ നൽകുന്ന വിശദീകരണം ഈ സ്ഥാനാർത്ഥികളുടെ 2019 സ്ഥാനാർത്ഥികളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ്, ഒരു പരാതി BJP സംസ്ഥാന നേതൃത്വം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിരുന്നു. കേരളത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിരുന്നു. ഈ രേഖ ഡാറ്റയായി സൂക്ഷിച്ചപ്പോൾ അത് മെയിലായി അയച്ചപ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പിഴവ് എന്നാണ് കമ്മീഷൻ അയക്കുന്നത്. അതിലെ ഈ അറ്റാച്ച് ചെയ്ത ഭാഗം ഇത്തരത്തിൽ മെയിലിൽ കയറിപ്പറ്റി എന്നുള്ളൊരു വിശദീകരണമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2019 BJP നൽകിയ പരാതിയുടെ രേഖകളടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തു വന്നിരുന്നു. അതെങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയക്കുന്ന കത്തിൽ വന്നു എന്നുള്ളൊരു ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സാങ്കേതികത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഈ വിശദീകരണത്തിൽ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും കൂടുതൽ വിവരങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിഷാദ് പ്രതീക്ഷിക്കുന്നത്. ശരി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിശ്വസനീയമായ വിവരങ്ങൾ നൽകുമോ എന്ന് നമുക്ക് നോക്കാം.